നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി ഹൈക്കോടതി. ദേവീദേവന്മാരുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ല എന്ന് കോടതി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. വിധി അംഗീകരിക്കുന്നുവെന്ന് മേയർ വി രാജേഷ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മറ്റംഗങ്ങളും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുമെന്ന് മേയർ. വടക്കഞ്ചേരിയിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും റദ്ദാക്കി. PM ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര. LDF സർക്കാർ മരവിപ്പിച്ച പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആരുടെ അംബാസിഡർമാരാകാനാണെന്ന് പ്രതിപക്ഷം. ധാരണാപത്രത്തിന് നിയമസാധുതയില്ലെന്നും പ്രതിപക്ഷം. സംസ്ഥാന താൽപര്യം ബലികഴിച്ച് കരാറിൽ ഒപ്പിട്ടത് LDF എന്ന ഭരണപക്ഷം. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി DYFIയുടെ പ്രതിഷേധം. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി കല്ലറയിലെ ദുരൂഹത നീങ്ങി. കല്ലറയിൽ 2 മൃതദേഹങ്ങൾ മാത്രം. പായയിൽ പൊതിഞ്ഞത് 2006 അടക്കം ചെയ്ത മറിയുടെ മൃതദേഹം. വെട്ടി ജീർണിച്ചപ്പോൾ മറഞ്ഞു വീണതെന്ന വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. റോഡ് അപകടങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിക്കുന്നതിന് പോസ്റ്റ് ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച ഗതാഗത വകുപ്പ്. നടപടി കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. അപകടത്തിൽപ്പെട്ട ടിപ്പറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ വീഴ്ച. 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. റൊണാൾഡോയുടെ ഇരട്ട ഗോളിൽ പോർച്ചുഗലിന് ഉജ്ജ്വല ജയം. ഉസ്ബെക്കിസ്ഥാനെ തകർത്തത് എതിരില്ലാത്ത 5 ഗോളുകൾക്ക്. തുടർച്ചയായ 6 ലോകകപ്പിലും ഗോളടിച്ച ഏക താരം. ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ കുടുക്കി ഘാന. പനാമയ്ക്കെതിരെ ക്രൊയേഷ്യയ്ക്ക് ജയം. കൊളംബിയ നോക്കൌട്ടിൽ. മെസ്സിക്ക് ഇന്ന് 39ാം പിറന്നാൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. ദേവീദേവന്മാരുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. 4 ആഴ്ചയ്ക്കുള്ളിൽ കൗൺസിലർമാർ മുനിസിപ്പാലിറ്റി ചട്ടമനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും കോടതി പറഞ്ഞു. അതുവരെ അംഗങ്ങളായി തുടരുന്നതിൽ നിയമ തടസ്സമില്ല. പാലക്കാട് വടക്കഞ്ചേരിയിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും റദ്ദാക്കിയിട്ടുണ്ട്. മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ ആദ്യമായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് BJPയുടെ 20 കൗൺസിലർമാർ ദേവീദേവന്മാർ, ബലിദാനികൾ, ഭാരതാംബ എന്നീ പേരുകളിൽ സത്യവാചകം ചൊല്ലി അംഗങ്ങളായി ചുമതലയേറ്റെടുത്തത്. ഇത് ചോദ്യം ചെയ്ത CPM പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ SP ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് വന്നിട്ടുള്ളത്. കേരള മുനിസിപ്പാലിറ്റി നിയമത്തിൽ പറയുന്നതിന് വിരുദ്ധമായ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ പറയുന്നു. മുനിസിപ്പാലിറ്റി നിയമപ്രകാരം ദൈവനാമത്തിലല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്നാണ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞയ്ക്കായി അനുവദിച്ചിട്ടുള്ളത്. ഇതിന് വിരുദ്ധമായി ഗുരുദേവനാമത്തിൽ, ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ, പത്മനാഭസ്വാമിയുടെ നാമത്തിൽ, ഭാരതാംബയുടെ നാമത്തിൽ എന്നിങ്ങനെയായിരുന്നു പല നേതാക്കളുടെയും സത്യപ്രതിജ്ഞ. കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു CPM ഹൈക്കോടതിയെ സമീപിച്ചത്. R സുഗതൻ, കരമന അജിത്, RC ബീന, P സരിത, GS ആശാനാഥ്, മേരി പുഷ്പം തുടങ്ങിയവർ ഈ 20 പേരിൽ ഉൾപ്പെടുന്നു. ഇതിൽ മേരി പുഷ്പവും കരമം കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായ GS ആശാനാഥും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ചൊല്ലിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവരെല്ലാം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കണം. ഹൈക്കോടതി ഉത്തരവ് നിരവധി സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവർക്കും ബാധകമായിരിക്കും. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ചുമതലയേറ്റെടുത്ത സുനിൽ ചവിട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. അമൃത ന്യൂസ്, കൊച്ചി. കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും മേയർ വി രാജേഷ്. 29-ന് കൗൺസിൽ യോഗം ചേരും. വേറെ ചിലരും ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അവരുടെ സത്യപ്രതിജ്ഞയും വീണ്ടും നടത്തണം. തിരിച്ചടി കേസ് കൊടുത്തവർക്കാണ്. തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ല ലക്ഷ്യമെന്നും വി രാജേഷ് പറഞ്ഞു. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്ന ദിവസം ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കേസിൻ്റെ വാദം ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട് പോകും.
സംഘപരിവാർ നയങ്ങൾക്ക് കീഴടങ്ങാതെ സംസ്ഥാന താൽപര്യം സംരക്ഷിച്ച PM ശ്രീയിൽ തുടർ നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ. MOU ഒപ്പിട്ട LDF സർക്കാരാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നും കരാറിൽ നിന്ന് പിന്നോട്ടു പോകാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ ആവർത്തിച്ചു. നിലപാടിൽ നിന്നുള്ള UDFന്റെ പിന്നോട്ടുപോക്ക് ലജ്ജാകരമെന്ന് പ്രതിപക്ഷം. LDFനെ ചാരി RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുകയാണ് UDF ചെയ്യുന്നതെന്നും വിമർശനം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. LDFിലും UDFിലും ഒരുപോലെ പ്രതിസന്ധി ഉണ്ടാക്കിയ PM ശ്രീ പദ്ധതിയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന പ്രതിപക്ഷം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാർ മരവിപ്പിച്ച പദ്ധതി UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരുടെ അജണ്ട സംരക്ഷിക്കാനാണെന്ന് പ്രമേയ അവതാരകനായ P പ്രസാദ് ചോദിച്ചു. ധാരണാപത്രത്തിന് നിയമസാധുത ഇല്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഇവിടെ വാസവി ഒപ്പിട്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രം കേരള ഗവർണറുടെ പേരിലോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിലോ അല്ല. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ MOUവിന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് നിയമപ്രാബല്യം ഇല്ലാത്തതാണ്. കൂടാതെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് അതിനകത്തേക്ക് RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഗ്രീൻ സിഗ്നൽ? അത്രയും ഗൗരവതരമായ പ്രശ്നം സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതേസമയം LDF സർക്കാർ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണിതെന്നും കരാറിലെ എല്ലാ പഴുതും അടച്ചാണ് കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ആരോപിച്ചു. ജാള്യത മറയ്ക്കാനാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം പോരാട്ടം നടത്തുന്നതെന്നും N ഷംസുദ്ദീൻ പരിഹസിച്ചു. സംഘപരിവാറിന്റെ ആശയത്തിനു മുന്നിൽ കീഴടങ്ങില്ലെന്നും സംസ്ഥാന താൽപര്യം സംരക്ഷിച്ച് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾ ഒപ്പുവെച്ചതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞതാണ് മെയ് 8 വന്ന കത്ത്. മെയ് 8 ഒരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. അതിൽ യാതൊരു സംശയവുമില്ല. PM ശ്രീക്കെതിരെ പ്രതിഷേധിച്ചവർ ഭരണത്തിൽ വന്നപ്പോൾ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് ലജ്ജാകരമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. LDFനെ ചാരി RSS അജണ്ട നടപ്പാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേരളം ആശങ്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ടയെ ചെറുത്തുനിന്ന കാലം സർക്കാർ തലത്തിൽ അവസാനിക്കുകയാണോ? എന്നാൽ കേരളം അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ നിലപാടിൽ, സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് നടത്തുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ഇന്ന് ആദ്യ യോഗം ചേരും. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ റോജി M ജോൺ, M ലിജു, PC വിശ്വനാഥ് എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് യോഗം ചേരുക. വൈകുന്നേരം 4 മണിക്കാണ് യോഗം. സംസ്ഥാനത്തിന്റെ ഭരണഘടനാ അവകാശങ്ങളായ സിലബസ് തയ്യാറാക്കൽ, പദ്ധതിയിൽ അംഗമാകാനുള്ള സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നിലനിർത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് നൽകുക. സർക്കാരിനെതിരെ സമസ്ത മുഖപത്രമായി സുപ്രഭാതം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയമെന്ന സുപ്രഭാതം മുഖപ്രസംഗം. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരളം കൈകോർത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച് UDF സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടം നൽകുന്നതാണെന്നും ബജറ്റിലെ പ്രഖ്യാപനം വെറും നികുതി പരിഷ്കരണം എന്ന വാദത്തിൽ ഒതുക്കാനാകില്ല എന്നും സുപ്രഭാതം. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയും കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു.
മദ്യനികുതി കുറച്ചതിൽ സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷം പിരിഞ്ഞു പോകാൻ തുടങ്ങിയ പ്രവർത്തകർ അപ്രതീക്ഷിതമായി ബാരിക്കേഡ് മറികടന്ന് താലൂക്ക് ഓഫീസിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അവിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തൃശൂരിൽ ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലേക്കാണ് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നത്. ആലപ്പുഴയിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രതിഷേധിച്ചു. ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് ചാടിക്കടന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറിച്ചിട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം പലയിടത്തും നടന്നു. കോഴിക്കോട് നടന്ന ഡിവൈഎഫ്ഐ മാർച്ച് സംസ്ഥാന സെക്രട്ടറി അംഗം KM സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സിവിൽ സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന UDFന്റെ ഫ്ലെക്സ് ബോർഡുകൾ പ്രവർത്തകർ നശിപ്പിച്ചു. ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട്. SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 തവണ ലാത്തി വീശി. സമരക്കാരും പോലീസും ഉന്തും തള്ളുമുണ്ടായി. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വിശ്വനാഥ് സിൻഹ സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാകും. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം. നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹ. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്റ്റോർ പർച്ചേസ് വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, റീബിൽ കേരളയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നീ അധിക ചുമതലകളും വഹിച്ചിരുന്നു. നിലവിലെ ചീഫ് സെക്രട്ടറി ജയ തിലക് ഈ മാസം 30 വിരമിക്കും. റോഡ് അപകടങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിക്കുന്നതിന് പോസ്റ്റ് ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് ഗതാഗത വകുപ്പ്. സംസ്ഥാനത്തുണ്ടാകുന്ന ഗുരുതര റോഡ് അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തി ദുരന്തങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കരയിൽ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അതേസമയം അപകടത്തിൽപ്പെട്ട ടിപ്പറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് 2 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്തുണ്ടാകുന്ന എല്ലാ വലിയ റോഡ് അപകടങ്ങളും ശാസ്ത്രീയമായി അന്വേഷിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും പോസ്റ്റ് ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു. RTO, പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം എഞ്ചിനീയർ, നാറ്റ്പാക് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നതായിരിക്കും സംഘം. അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും കണ്ടെത്തുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. അപകടത്തിന് പിന്നാലെ ടിപ്പർ ലോറികൾക്കെതിരെ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറും നിർദ്ദേശം നൽകി. അമിതഭാരം കയറ്റി സർവീസ് നടത്തുന്ന ടിപ്പറുകളെ പ്രത്യേകമായി പരിശോധിക്കാനും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനുമാണ് തീരുമാനം. കൊട്ടാരക്കരയിൽ അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറിയുടെ ഡ്രൈവർക്ക് ടിപ്പർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ മതിയായ പരിചയമില്ലായിരുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വാഹനത്തിന്റെ സ്പീഡ് ഗവർണർ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷം അഴിച്ചുമാറ്റിയതായും ടയറുകൾ മാറ്റിയതായും സംശയമുണ്ട്. വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിനുള്ള റിപ്പോർട്ട് RDO ബോർഡിന് കൈമാറും. അതേസമയം കൃത്യമായ പരിശോധന കൂടാതെയാണ് അപകടത്തിൽപ്പെട്ട ടിപ്പറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന കണ്ടെത്തലിനെ തുടർന്ന് കരുനാഗപ്പള്ളി സബ് RDO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുധിൻ ഗോപി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത് S. കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിലെ ടിപ്പർ ലോറികൾക്ക് ഏർപ്പെടുത്തിയ സമയ നിയന്ത്രണവും ദീർഘിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 3:30 മുതൽ 5 വരെ ടിപ്പർ ലോറികൾ റോഡിലിറങ്ങാൻ പാടില്ലെന്നാണ് പുതിയ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മണ്ണ് കയറ്റി അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി കൊട്ടാരക്കര നീലേശ്വരം മുക്കോണിമുക്കിൽ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ടിപ്പർ ലോറി ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശ പള്ളിക്കല്ലറയിലെ ദുരൂഹത നീങ്ങി. കല്ലറയിൽ 2 മൃതദേഹങ്ങൾ മാത്രം. 2006 അടക്കിയ മറിയയുടെയും 2015 ജെയിംസിന്റെയും മൃതദേഹമാണ് കല്ലറയിലുള്ളത്. പായയുടെ കൂടെയുള്ളത് മറിയയുടെ മൃതദേഹം. പെട്ടി ജീർണിച്ചപ്പോൾ മൃതദേഹം മറിഞ്ഞു വീണതെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ദുരൂഹത നീങ്ങിയതിൽ ആശ്വാസമെന്നാണ് പള്ളി വികാരി പറയുന്നത്.
അതിനു മുകളിൽ അറക്കപ്പൊടിയിട്ട് തുണിയിട്ട് സംസ്കാരം നടന്നു എന്നാണ് പറയുന്നത്. ഈ അവസാനം 2015 അടക്കിയ ആൾക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അവരുടെ ചിന്തയാണ്. അവർ പറഞ്ഞു, അവർ കണ്ട കാര്യം അവരങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടത്. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ചില കാരണങ്ങളോ ചില സാഹചര്യങ്ങൾ അന്നങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അന്ന് അടക്കിയവർ ചിലപ്പോൾ അവരിൽ വന്ന ഒരു വീഴ്ചയായിരിക്കും. ചിലപ്പോൾ അന്ന് അടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ നിന്നവർ വന്ന ഒരു വീഴ്ചയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ അടിയിലുണ്ടായിരുന്ന പെട്ടി പൂർണ്ണമായിട്ടും ക്രഷ് ചെയ്യാതെ അറക്കപ്പൊടി ഇട്ട് ജസ്റ്റ് അതേപോലെ ഒന്ന് ലെവലാക്കി അതിന് മുകളിൽ രണ്ടാമത് അടക്കാൻ വന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ വെള്ളത്തുണിയിട്ട് ലെവലായി കിടക്കുന്നു. പക്ഷെ അടിയത്തെ പെട്ടി ക്രഷായിട്ടുണ്ടാകത്തില്ലായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ രണ്ടും ഒരേപോലെ കാണുന്നത്. എന്തായാലും അത് ഓക്കെ. മൂന്നാമത് ഒന്ന് അവിടെ ഇല്ല എന്നുള്ളത് കൺഫേം ആയതോടെ ഞങ്ങൾക്ക് ശാന്തമായി. ഇനി അവർ സയന്റിഫിക്കലി അവർ ബാക്കി പരിശോധിക്കുന്നുണ്ട്, ഫോറൻസിക് ലാബിലോട്ട് കൊണ്ടുപോകുമല്ലോ. അതോടുകൂടി അതിന്റെ കാര്യത്തിന് ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ അത് തെളിയിക്കപ്പെടും. ആശ്വാസമായി. സിജോയുടെ തിരോധാനം എനിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞങ്ങൾക്കത് പറയാനില്ല. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും. ഇടയൊക്കെ ഞങ്ങൾക്ക് അത് അന്വേഷണം വന്നുവല്ലോ. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ജോസഫ്, ഇപ്പോൾ പള്ളി വികാരി പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും 3 മൃതദേഹങ്ങളില്ല, 2 മൃതദേഹങ്ങൾ മാത്രമാണുള്ളത്. ഇനി DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം അറിയാനാകുമല്ലേ? തീർച്ചയായും ഇനിയൊരു ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമാണ് ഈ മൃതദേഹങ്ങൾ ആരുടേതെന്ന് ഇനി ശാസ്ത്രീയമായി തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് 2006 അടക്കം ചെയ്ത ലീലാമ്മയുടേതും അതുപോലെ തന്നെ 2015 അടക്കം ചെയ്ത ജെയിംസ് കൂമ്പുക്കലിന്റേതുമാണ് എന്നാണ് ഇത്തരത്തിൽ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ആരംഭിച്ച കല്ലട തുറന്നുള്ള പരിശോധന പെട്ടെന്ന് തന്നെ അവസാനിച്ചു. കാരണം ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അതിൽ ഒന്ന് സ്ത്രീയുടെയും ഒന്ന് പുരുഷന്റേതും എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. മൂന്നാമതൊരു മൃതദേഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതോടുകൂടി ഇതിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പു വന്നിരിക്കുകയാണ്. എന്തായാലും വിദഗ്ധ പരിശോധനയ്ക്കായി ഇതിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് സംഘം വിദഗ്ധ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് ലാബിൽ പരിശോധന പൂർത്തിയായതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ആദ്യം മുതൽക്കുള്ള കണ്ടെത്തൽ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ഒരു ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ മാത്രമാണ് കല്ലറയിൽ അടക്കം ചെയ്തിരുന്നത്. രണ്ടാമത്തെ മൃതദേഹം അത് ഈ പെട്ടിയിൽ നിന്ന് തെന്നി മാറി അപ്പുറത്തേക്ക് വന്നതാണ് ഈ ഇത്തരത്തിൽ ദുരൂഹതയുണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ശവം അടക്കുന്ന സമയത്ത് പെട്ടിക്കുള്ളിൽ വിരിച്ചിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷം കാര്യങ്ങൾ കൃത്യമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായിട്ടുള്ള സിജോസ് കറിയയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണവും അല്ലെങ്കിൽ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. അതിന് ഇതുമായി യാതൊരുവിധ ബന്ധമില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. ശ്രീജ. ശരി ജോസഫ്. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിക്കല്ലറയിലെ ദുരൂഹത നീങ്ങിയിരിക്കുകയാണ്. SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിക്കാൻ പ്രവർത്തകർ ബ്ലേഡ് കൊണ്ടുവന്നു എന്ന് പോലീസ്. പ്രവർത്തകരുടെ പോക്കറ്റിൽ നിന്ന് ബ്ലേഡ് വീഴുന്ന ദൃശ്യമുണ്ടെന്ന് പോലീസ്. ബ്ലേഡ് ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും ഒരു പോലീസുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു. ബ്ലേഡ് പോലീസ് കൊണ്ടുവന്നതാണെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ ഊർജിതമാക്കാനായി അയൽ സംസ്ഥാനങ്ങളുമായി സംയുക്ത പ്രവർത്തനം ശക്തിപ്പെടുത്താൻ കേരളം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പ്രവർത്തന പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. ഇത് സംബന്ധിച്ച് പോലീസ് മേധാവിമാരുമായി ആഭ്യന്തര വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്താൻ കേരളം തയ്യാറാണെന്നും കത്തിൽ വ്യക്തമാക്കി. ആയിരം തൊടാനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. MSCയുടെ മദർഷിപ്പ് ലൂസിയാന ഇന്ന് വൈകിട്ടോടെ ബർത്ത് ചെയ്യും. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്ത കപ്പലുകളുടെ എണ്ണം 1000-ലെത്തും. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുൻപെയാണ് വിഴിഞ്ഞം 1000 തികയ്ക്കുന്നത്. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence.
2024 ജൂൺ 11 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. ആദ്യം തുറമുഖത്തെത്തിയത് മെസ്കിന്റെ സെന്റ് ഫെർണാണ്ടോ. ആ ചരിത്ര നിമിഷത്തിന് ശേഷം കൃത്യം 713 ദിവസം വിഴിഞ്ഞം മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ലൂസിയാന ബർത്ത് ചെയ്യുന്നതോടെ 1000 കപ്പലെത്തുന്ന തുറമുഖമെന്ന ഖ്യാതിയിലേക്ക് വിഴിഞ്ഞം അതിന്റെ പേരെഴുതി ചേർക്കും. 2 വർഷത്തിനുള്ളിലാണ് ഈ നേട്ടമെന്നതാണ് മാധുര്യം ഇരട്ടിയാക്കുന്നത്. നിലവിൽ പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന MSC ലൂസിയാന 5 മണിയോടെ ബർത്ത് ചെയ്യും. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1ാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. ഇതുവരെ ഇന്ത്യൻ തീരത്തെത്താത്ത വമ്പത്തി കപ്പലുകളെല്ലാം വിഴിഞ്ഞത്തെത്തി. വമ്പത്തികളിലെ വമ്പത്തി എന്ന് പേരെടുത്ത ഐറീന വിഴിഞ്ഞം തൊട്ടത് കഴിഞ്ഞ വർഷം. റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും വേഗത്തിലാകുന്നതോടെ വിഴിഞ്ഞം ഇനിയും ഉയരങ്ങളിലെത്തും. തുറമുഖത്തെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2ാം ഘട്ടം പൂർത്തിയായാൽ അടുത്ത 1000 എന്ന നാഴികക്കല്ല് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും. സുവർണ നേട്ടം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആഘോഷിക്കാനാണ് അധികൃതരുടെ തീരുമാനം. അമൃത ന്യൂസ്. ലോകകപ്പിലെ നിർണായക പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗലിന് ആധികാരിക വിജയം. ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിൽ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്തത്. ഇതോടെ തുടർച്ചയായ 6 ലോകകപ്പിലും ഗോളടിച്ച ഏക താരമെന്ന റെക്കോർഡും റൊണാൾഡോ സ്വന്തമാക്കി. ഈ നിമിഷത്തിനാണ് പോർച്ചുഗൽ ആരാധകർ കാത്തിരുന്നത്. കേട്ട പഴികൾക്കും വിമർശനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് പോർച്ചുഗലും റൊണാൾഡോയും ശക്തമായി തിരിച്ചുവന്നു. അതും എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് യൂറോപ്യൻ വമ്പന്മാർ ഉസ്ബെക്കിസ്ഥാൻ എന്ന ഏഷ്യൻ സംഘത്തെ വരിഞ്ഞു മുറുക്കിയത്. വിമർശകർക്ക് ഇരട്ട പ്രഹരം പോലെയായിരുന്നു മത്സരത്തിന്റെ 6ാം മിനിറ്റിലും 39ാം മിനിറ്റിലും CR7 ഉസ്ബെക്കിസ്ഥാന്റെ ഗോൾ വല കുലുക്കിയത്. ഇതോടെ 2 മത്സരത്തിലും തോറ്റ ഉസ്ബെക്കിസ്ഥാൻ പുറത്തായി. മത്സരത്തിന്റെ തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ പോർച്ചുഗൽ കളിയുടെ അവസാനം വരെ മേൽക്കൈ നിലനിർത്തി. മത്സരത്തിന്റെ 6ാം മിനിറ്റിലായിരുന്നു ഈ ലോകകപ്പിലെ റൊണാൾഡോയുടെ ആദ്യ ഗോൾ പിറന്നത്. 6ാം മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്ന് കാൻസിലോ നൽകിയ പാസ് ക്രോസ് പോസ്റ്റിന് മുന്നിലായി നിന്ന് റൊണാൾഡോ ഷൂട്ട് ചെയ്ത് പോസ്റ്റിലെത്തിക്കുകയായിരുന്നു. ഇതോടെ തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന താരമെന്ന നേട്ടവും റൊണാൾഡോ സ്വന്തമാക്കി. കൂടാതെ ലോകകപ്പിൽ ഡബിൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 41-കാരനായ റൊണാൾഡോയെ തേടിയെത്തി. ന്യൂനോ മെൻഡിസ്, റഫായേൽ ലിയാവോ എന്നിവരും പോർച്ചുഗലിനായി ഗോൾ വല കുലുക്കി. ഒരെണ്ണം ഉസ്ബെക്കിസ്ഥാന്റെ സെൽഫ് ഗോളാണ്. അവസാന നിമിഷം വരെ ഫാബിയോ കന്നവാരയുടെ കീഴിലെത്തിയ ഉസ്ബെക്കിസ്ഥാൻ താരങ്ങൾ പൊരുതിയെങ്കിലും പറങ്കിപ്പടയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇതോടെ പോർച്ചുഗൽ നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. വാശിയേറിയ മത്സരത്തിൽ ഘാനയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ ഇംഗ്ലീഷ് പടയ്ക്കായില്ല. മറ്റൊരു മത്സരത്തിൽ പനാമയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച ക്രൊയേഷ്യ. 2ാം തോൽവിയുടെ പനാമ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് കെയിൽ കോങ്കോയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കൊളംബിയ. കളിയുടെ 76ാം മിനിറ്റിൽ ഡാനിയൽ മിനോസിയാണ് കൊളംബിയയ്ക്കായി ഗോൾ നേടിയത്. ജയത്തോടെ കൊളംബിയ നോക്കൌട്ട് ഉറപ്പാക്കി ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തെത്തി. ലോകകപ്പ് മത്സരങ്ങൾക്കിടെ കാൽപന്ത് കളിയിലെ മാന്ത്രികൻ മെസ്സിക്ക് ഇന്ന് 39ാം പിറന്നാൾ. പ്രായം വെറും ഒരക്കമെന്ന് തെളിയിച്ച 2026 ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് റേസിലും മുന്നിലാണ് താരം. മെസ്സി കാൽപന്തിലെ മാസ്മരികതയുമായി ആരാധക മനസ്സുകളിൽ ആവേശം നിറയ്ക്കുന്ന മാന്ത്രികൻ. ഈ മനുഷ്യന് എന്തിത്ര ആരാധകർ എന്ന ചോദ്യങ്ങൾക്ക് കളികളിലൂടെ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. ഇത്തവണത്തെ തുടക്കം തന്നെ ഹാട്രിക്കോടെ. ഓസ്ട്രിയക്കെതിരെ ഇരട്ട ഗോളിന്റെ പവർ. മിറോസ്ലാവ് ക്ലോസയെ മറികടന്ന് ഗോൾ വേട്ടക്കാരന്റെ തേരോട്ടം തുടരുമ്പോൾ ലോകകപ്പ് ചരിത്രത്തിൽ പുതിയതായി എഴുതി ചേർക്കപ്പെട്ടത് 4 പുതിയ ഗിന്നസ് റെക്കോർഡുകൾ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം, ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരം, ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച താരം, ലോകകപ്പിൽ കൂടുതൽ സമയം കളിച്ച താരം. റെക്കോർഡുകൾ എന്നായാലും തകർക്കപ്പെടാനുള്ളതാണെന്ന് ക്ലോസെ മുന്നേ പറഞ്ഞിരുന്നു. അത് മെസ്സിയിലൂടെയാണെങ്കിൽ ഏറെ സന്തോഷമെന്നും. ക്ലോസയും മെസ്സിയുടെ ആരാധകനാണ്. അർജന്റീനിയൻ ടീമിന്റെ കുതിപ്പിന് കരുത്തേകുന്ന മെസ്സി അവർക്കും പ്രിയപ്പെട്ടവൻ. വൺ ലാസ്റ്റ് ഡാൻസ്. റൊസാരിയോയിലെ മൺപാതകളിൽ നിന്ന് ഖത്തറിലെ സ്വർണ്ണക്കപ്പം സ്വന്തമാക്കിയുള്ള ആ യാത്രക്കിടെ റെക്കോർഡുകൾക്കൊപ്പം അവൻ അമേരിക്കൻ മണ്ണിൽ ലോകകപ്പിൽ മുത്തമിടുമോ? പ്രിയ താരത്തിന്റെ പിറന്നാളിൽ ലോകമെങ്ങും ആരാധകർ ആഹ്ലാദത്തിലാണ്. ഇത്തവണ കൂടുതൽ തിളങ്ങി നിൽക്കുന്ന താരം കഴിഞ്ഞ 2 കളികളിലൂടെ അവരുടെയൊക്കെ മനം നിറച്ചിരിക്കുന്നു. തുടരട്ടെ മാന്ത്രികത, കാൽപന്തിലെ വിസ്മയം. ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.
മെസ്സിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.